ஐயோ, இந்த அடிப்பட்ட காலை வச்சுக்கிட்டு எதுக்கு சித்தப்பா என் பின்னாடி சுத்துறீங்க? அதெல்லாம் பார்த்தா இந்த சித்தப்பாக்கு வெளி வரவே முடியாது. இந்த போடியில எங்கேயாவது ஒரு பிளாஸ்டர் இருக்கும். அதுதான் என் விதி. நீ போமா, உன் பிறந்த நாள் அல்லவா, நல்லா சாமியை கும்பிடு. போ 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 போமா. கண்ணா, அக்காவே நீ பத்திரமாய் பாத்துக்கோப்பா. போ போ போ. அவன் கண்டிப்பா இன்னைக்கு இங்க வரும். அவனை எங்க பார்த்தாலும் துண்டம் துண்டமாய் வெட்டிடு. போ. ஐயா வணக்கம் ஐயா. என்ன முத்துச்சாமி, கோவில் ஒரு கல்யாணம் இருக்கு. சரி 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 சரி, போய் நல்லா வா. சரிங்க ஐயா, வாங்க. போ போ. அக்கா, முத்துச்சாமி அழகா வாசிக்கிற. அண்ணா லட்டு. சித்தப்பா லட்டு கல்யாணம் முடிஞ்சாச்சு. அந்த கல்யாணத்துக்கு நீ எதுக்கடா லட்டு கொடுக்கணும்? பொண்ணு நமக்கு ரொம்ப முக்கியமான ஆளு, மாப்பிள்ளை உங்களுக்கு முக்கியமான ஆளு. யாரடா அவங்க? பொண்ணு என்னுடைய அக்கா, மாப்பிள்ளை உங்க எனிமி அப்பு. ഇനി അവനെ പിടി. ചിത്തപ്പ എന്ത് പൂരം കാണാൻ നിക്കാണ്? വീട്ടിൽ പോടാ ചിത്തപ്പ. ഞങ്ങളെ ഹണിമൂണ് കഴിഞ്ഞിട്ട് വന്നേക്കാം കേട്ടാ. ടാറ്റാ. അയ്യോ വിടടാ, ഓടിടാ എല്ലാരും. വണ്ടി എടുത്തോ. மாமா, എവിടെ ഓടുന്നു? അപ്പുവിനെ കുറ്റപ്പെടുത്താതെ ഞാൻ കാര്യങ്ങൾ പറഞ്ഞു. ആ പെങ്കൊച്ച് സ്വർണവും പണവും തരാൻ നിന്നെ അന്വേഷിക്കുന്നുണ്ട്. വാ. വാടാ. വാങ്ങപ്പാ. മോളെ ആഭരണങ്ങളൊക്കെ ഊരി അച്ചൂര് കൊടുക്ക്. இந்த ஆர்னமெண்ட்ஸ் எல்லாம் ரோல்டு கோல்டு தான். ஒரிஜினல் கோல்டு உள்ள இருக்கு. ஒரு நிமிஷம். இது கோல்டு, இது கேஷ். അല്ല ഇതേ ഉള്ളൂ. ഇതാ മാമ பிறந்த நாளைக்கு gift-ஆ தந்த கேஷும் கோல்டும். இந்த கேஷ் பட்டு சேலை வாங்குறதுக்கு எனக்கு கொடுத்தாரு. பரவாயில்ல, எடுத்துக்கோ. உங்க ப்ராப்ளம்ல முடியட்டும். ഞാൻ അപ്പോഴേ നിന്നോട് പറഞ്ഞല്ലേ അപ്പോ അതൊന്നും ചെയ്തിട്ടുണ്ടാവില്ലെന്ന്. പക്ഷെ നീ കേട്ടില്ല. നീ ചെയ്ത തെറ്റിന്റെ ഗൗരവം എന്താണെന്ന് നിനക്കറിയാവോ? പണവും സ്വർണവും കയ്യിലുണ്ടെന്ന് പറഞ്ഞ് സ്വന്തം അണ്ണന്റെ ഭാര്യ നീ തട്ടിക്കൊണ്ട് വന്നത്. അപ്പോ ആണ് ഇങ്ങനെ ചെയ്തതെങ്കിൽ നീ അവനോട് ക്ഷമിക്കുവോ? ഇല്ല. ഈ തെറ്റിന് അവനും നിന്നോട് ക്ഷമിക്കുമെന്ന് എനിക്ക് തോന്നുന്നില്ല.
എന്റെ ചിറ്റപ്പന്റെ മകനാ ശിവരാജനല്ലേ, ആ. അവനെ ഞാൻ ഷൂട്ട് ചെയ്തു, ചത്തോന്ന് അറിഞ്ഞൂടാ. தேங்க்ஸ் மாமா. ஆ? அடுத்த வாட்டி அந்த இன்ஸ்பெக்டரையும் ஷூட் பண்ணிடுங்க. നീ താണ്ടി ഉണ്മயான പൊണ്ടാട്ടി. എങ്ങനെയുണ്ട്? എങ്ങോട്ടാടാ? ഞാനേ ഒന്ന് ടൗൺ വരെ പോയിട്ടാ. ആ തമിഴ്നാട് പോലീസിന്റെ ഇൻഫോർമേഷൻ കിട്ടിയിട്ട് വന്നതാ. വധശ്രമത്തിന്റെ പേരിൽ ഒരു അറസ്റ്റ് വാറണ്ട് ഉണ്ട്. നിനക്കല്ല, നിന്റെ അണ്ണനില്ലേ പൊള്ളാച്ചിൽ അപ്പു, അവന് അതെ. അവനിവിടെ വന്നാൽ നീ ഉടനെ എന്നെ വിവരം അറിയിക്കണം. അവനെന്റെ കൈ കിട്ടിയാ നീ പറയുന്നത് പോലെയൊക്കെ ഞാൻ ഇടി കൊടുത്തോളാ. നീ എന്തെങ്കിലും നക്കാപ്പിച്ച് എനിക്ക് തന്നാ മതി. മൂത്രം കുടിപ്പിക്കുന്നതിന് കാശ് കൂടുതലാട്ടോ. തിരിച്ചു കുടിപ്പിച്ച നമ്മളും കുടിക്കട്ടെ. കഴിഞ്ഞ ആഴ്ച ഒരു നാറിനെ കുടിപ്പിച്ചേ. അവന് പൈന്റ് പൊട്ടിക്കന്നാ. ഉലക്ക ഉലക്ക. വൈഫ് എന്നെ സ്ഥിരമായി മുതുകിലെടുക്കുന്ന ഇൻസ്ട്രുമെന്റ്. എവറിഡേ കൊണ്ട് അതുകൊണ്ട് ഉറ്റണോ? പിന്നെ എന്തൊക്കെ വേണം? കുനിച്ചു നിർത്തി മുട്ടുകൈ കൊണ്ട് മുതുകിലിരിക്കണോ? ഇതൊക്കെ ഞാൻ ചെയ്തില്ലെങ്കിലും അവനെങ്കിലും എന്നെ ചെയ്തിരിക്കും. ഞാൻ വാക്കിരുന്നു. എന്താണ് പുളുന്താനാശാന ഒരു മൗനവ്രതം? ചത്തോ? മോന്റെ കൂടെ തന്തനെ പൊക്കണോ ഞാൻ? മിണ്ടാതിരുന്നാലും എന്തിനാ ശ്യാമള വെറുതെ മെക്കിട്ട് കയറുന്നത്? യൂണിഫോം ഇട്ട് കഴിഞ്ഞാൽ അറിയാതെ പലത് തികട്ടി വരും. സോറി ആശാനേ, റിയലി സോറി. ശ്യാമള സാറേ, ശ്യാമള സാർ ഇവിടെ ഉള്ളത് നന്നായി. ഈ അച്ചു ഞങ്ങളോട് പറഞ്ഞ അവധിയെല്ലാം കഴിഞ്ഞിരിക്കുക. ഇന്ന് കാവിലെ കൊടിയേറ്റ് കഴിഞ്ഞു. അച്ചോട്ടം വീണ്ടും വാക്കേറ്റിച്ച പിന്നെ കാര്യങ്ങൾ എങ്ങനെ നടക്കുക? അച്ചു ഒരു വാക്ക് പറഞ്ഞാൽ തെറ്റിച്ചു എന്ന് പറയാൻ നിങ്ങൾക്ക് പറ്റില്ല. കാരണം ഊമയായി ഇവനെങ്ങനെ വാക്ക് പറയും. അതുകൊണ്ട് ലാപ്പ് പാന്റ് വേണ്ട. പക്ഷേ ഞാൻ മനസ്സിലാക്കിയെടുത്തോളം ഇവൻ നേരും നിറവുള്ളവനാ. അല്ലടാ, കണ്ടോ? എന്റെ ഊഹാപോഹം ശരിയാണെങ്കിൽ ഇവൻ ഈ പെട്ടിയുമായിട്ട് ഇറങ്ങിയത് നിങ്ങളുടെ കാശ് തരാൻ മാത്രമാണ്. അല്ലടാ? സംശയമുള്ളവർക്ക് തുറന്നു നോക്കാം. അഥവാ മുണ്ടും ചെട്ടിയുമാണെങ്കിൽ എന്നെ തെറി പറയരുത്. തുറന്നു നോക്കാം, തുറന്നു നോക്കാം. അല്ലെങ്കിൽ വേണ്ട, ഞാൻ തെറി തുറക്കാം. എന്നെ തെറികേൽപ്പിക്കില്ലേ ഈശ്വര. കാശി, ഞാൻ പറഞ്ഞില്ലേ കാശായിരിക്കുന്നു. അച്ചു ഇത് കൂടുതലുണ്ടല്ലോ. ഞങ്ങളുടെ സ്വർണത്തിന്റെ കാശായിരിക്കും അല്ലേ? ഏതായാലും നിങ്ങളുടെ പ്രശ്നങ്ങൾ തലമെസ്സേന മധ്യസ്ഥയിൽ തന്നെ പരിഹരിക്കാം. അമ്പലത്തിന്റെ കാശ് 2,50,000. ഓക്കെ, വരൂ. ഞങ്ങളുടെ കാശ് എല്ലാവർക്കും തരാം, എന്റെ കാശല്ലോ. എന്നെ വെക്കോളൂ, കുറവാൻ തരില്ല. എന്നിട്ട് 10,000 രൂപ ബാക്കി. എന്ത് മധ്യസ്ഥ വഹിച്ച വകയിൽ അത് എന്നോട് എടുത്തോളാനോ? നമ്മൾ തമ്മിൽ വേണോ വെച്ചു? നീ എന്നെ കൊച്ചാക്കി കളഞ്ഞു. എല്ലാവർക്കും സന്തോഷമായല്ലോ? എനിക്ക് സന്തോഷമായി. എല്ലാവർക്കും പിരിഞ്ഞു പോവാം. അടുത്ത ഉത്സവത്തിന് പിരിവിട്ട് വെക്കാം. വെച്ചോളൂ. നന്നായിടാ, നിന്നെ കൊണ്ട് ഇങ്ങനെയെങ്കിലും അച്ഛനൊരു ഉപകാരം ഉണ്ടായല്ലോ.